ശരീരവും രക്തവും പിതാവായ ദൈവത്തിന് നമ്മൾ ബലിയായി അർപ്പിക്കുന്നു. ഇതാണ് ബലി അർപ്പണം എന്ന് പറയുന്നത്. ബലി അർപ്പണം. ബലി ആരാണ് അർപ്പിക്കുന്നത്? നമ്മൾ അർപ്പിക്കുന്നു. ഈശോയ ആരെയാണ് അർപ്പിക്കുന്നത്? ഈശോയുടെ ശരീരവും രക്തവും പിതാവായ ദൈവത്തിന് നമ്മൾ ബലിയായി അർപ്പിക്കുകയാണ്. കാരണം പിതാവിന് ഏറ്റവും സ്വീകാര്യമായ ബലിവസ്തു ഏതാണ്? തന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ പുരോഹിതൻ ക്രിസ്തുവിന്റെ ഈ കുരിശിൽ തന്നെ ബലിയർപ്പിച്ചു. ആ ബലി പുരോഹിതൻ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ക്രിസ്തുവിനെ പിതാവിന് സമർപ്പിക്കുകയാണ്. ഇനി ഈശോയെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? ഈശോയെന്ന് വിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാമത്തെ തിരുവചനം, ദൈവത്തിന് സ്തുതിയുടെ ബലി, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. അപ്പോൾ നമ്മൾ അവന്റെ നാമത്തെ ഏറ്റുപറയാന്ന് പറഞ്ഞാൽ ഈശോയേന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ പിതാവായ ദൈവത്തിന് സ്തുതിയുടെ ബലി അർപ്പിക്കുകയാണ്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. അതിനെയാണ് അധരങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. നാവിൽ നിന്ന് വന്നത് എന്താണ്? യേശുനാമമാണ്. യേശുനാമം അധരത്തിൽ നിന്ന് വന്നതിനെ വചനം വിളിക്കുകയാണ് സ്തുതിയുടെ ബലി. നാവിൽ നിന്ന് വന്ന യേശുനാമത്തെ എന്താണ് വിളിക്കുന്നത്? സ്തുതിയുടെ ബലി. ഈ ബലി ആർക്കാണ് അർപ്പിച്ചത്? പിതാവായ ദൈവത്തിന്. ഈശോയേന്ന് വിളിച്ചപ്പോൾ ശ്രദ്ധിക്കുക, ഈശോയുടെ മനുഷ്യത്വവും യേശുനാമത്തിൽ എന്തൊക്കെയുണ്ട്? ഈശോയുടെ മനുഷ്യത്വവുമുണ്ട്, ദൈവത്വവുമുണ്ട്. ഈശോയുടെ ആത്മാവുമുണ്ട്, ശരീരവുമുണ്ട്. അപ്പോൾ യേശുവേന്ന് വിളിച്ചപ്പോൾ ഈശോയുടെ മനുഷ്യത്വവും ദൈവത്വവും ആത്മാവും ശരീരവും നമ്മൾ പിതാവിന് സമർപ്പിച്ചു. ബലിയിൽ എന്താണ് സമർപ്പിച്ചത്? ഇത് തന്നെയാണ്. ശരീരവും ആത്മാവും ദൈവത്വവും മനുഷ്യത്വവും പിതാവിന് സമർപ്പിച്ചു, ബലി അർപ്പിച്ചു. നമ്മൾ ഈശോയേന്ന് വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ലോകത്തെല്ലായിടത്തും അർപ്പിച്ച 5 ലക്ഷത്തോളം ദിവ്യബലികളിൽ നമ്മൾ പങ്കുകാരാവുകയാണ്.